വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ 10th മോഡ്യൂളിൻ്റെ MCQ സെഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ എച്ച് ഷേപ്ഡ് പാർട്ട് ഓഫ് ക്യാരേജ് മൗണ്ടഡ് ഓൺ ബെഡ് വേസ് ഈസ്. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആൻസർ എന്ന് പറയുന്നത് സാഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കട്ടിംഗ് സ്പീഡ്. കട്ടിംഗ് സ്പീഡിൻ്റെ യൂണിറ്റ് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മീറ്റർ പെർ മിനിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആംഗിൾ ഓഫ് ദ ടൂൾ പ്രിവെൻറ്റ്സ് ഫ്രം ഗെറ്റിംഗ് ജാംഡ് ഇൻ ദ ഗ്രൂ ആൻഡ് കോസസ് ബ്രേക്കേജ്. ഇപ്പോൾ ഒരു ഗ്രൂ കട്ട് ചെയ്യാൻ നേരത്ത് അതിൽ ടൂള് ജാം ആവാതിരിക്കാൻ, ബ്രേക്കേജ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഏത് ആംഗിളാണ് നമ്മൾ ടൂളിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ എ സൈഡ് ബ്രേക്ക് ആംഗിൾ ആണോ, സൈഡ് റിലീഫ് ആംഗിൾ ആണോ, സൈഡ് ക്ലിയറൻസ് ആംഗിൾ ആണോ. നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് പറയുന്നത് സൈഡ് റിലീഫ് ആംഗിൾ ആണ്. ഓക്കെ, അത് ഫിഗർ സഹിതം നമ്മൾ ആംഗിളിനെ കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. വാട്ട് ഈസ് ദ മെറ്റീരിയൽ ഓഫ് ലെയ്ത്ത് ബെഡ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറയുന്നത് ഓപ്ഷൻ സി ക്ലോസ് ഗ്രെയിൻ കാസ്റ്റേൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്യൂ ടു ഇറ്റ്സ് ബ്രിട്ടിൽനെസ് ആൻഡ് ഹൈ കോസ്റ്റ് ഡാഷ് ടൂൾ കനോട്ട് ബി യൂസ്ഡ് ആസ് എ സോളിഡ് ടൂൾ. നമ്മൾ ടൂളിനെ കുറിച്ച് പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സോളിഡ് ടൂളായിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യാറില്ല, ബ്രിട്ടിലാണ്, ഹൈ കോസ്റ്റും ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കാർബൈഡ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ഡ് ആസ് എക്സ് ഇൻ സെൻറ്റർ ലെയ്ത്ത്. ഈ എക്സ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏപ്രൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മാക്സിമം സിവിലിംഗ് ആംഗിൾ ഓഫ് ദ കോമ്പൗണ്ട് റെസ്റ്റ് ഇൻ ദ ലെയ്ത്ത് മെഷീൻ. കോമ്പൗണ്ട് റെസ്റ്റ് ഉണ്ടോ നമുക്ക് ലെയ്ത്ത് മെഷീനിൽ, അതിൻ്റെ സിവിലിംഗ് ആംഗിൾ മാക്സിമം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം ആംഗിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 360 ഡിഗ്രി ആണ്. ഓക്കെ, വിച്ച് പാർട്ട് ഓഫ് ക്യാരേജ് സപ്പോർട്ട്സ് ടൂൾ പോസ്റ്റ്. ടൂൾ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരേജിൻ്റെ പാർട്ട് ഏതാ. ക്രോസ് സ്ലൈഡ് ആണോ? അല്ല. ഏപ്രൺ ആണോ? അല്ല. പിന്നെ നമുക്കുള്ളത് സാഡിലും ടോപ്പ് സ്ലൈഡും ആണ്. ഓക്കെ, ടൂൾ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇതിൽ ഏതാണ്? ടോപ്പ് സ്ലൈഡ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സ്ലൈഡാണ് നമ്മുടെ ടൂൾ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ എ. വിച്ച് ടൂൾ മെറ്റീരിയൽസ് ആർ മാനുഫാക്ചേർഡ് ബൈ പൗഡർ മെറ്റലർജി ടെക്നിക്. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു, ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പൗഡർ മെറ്റലർജി ടെക്നിക്ക് വഴി മാനുഫാക്ചർ ചെയ്യുന്ന ടൂൾ മെറ്റീരിയൽ ഏതാണ്? ഓക്കെ, അതെന്ന് പറയുന്നത് കാർബൈഡ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് പാർട്ട് ഈസ് മൗണ്ടഡ് ഓൺ സാഡിൽ. സാഡിലിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണ്? കോമ്പൗണ്ട് റെസ്റ്റ് ആണോ? ക്രോസ് സ്ലൈഡ് ആണോ? സാഡിൽ എന്ന് സാഡിലിൽ മൗണ്ട് ചെയ്യുമോ? ഏപ്രോൺ ആണോ? ഇതിൻ്റെ ആൻസർ വരുന്നത് ക്രോസ് സ്ലൈഡ് ആണ്. ഓക്കെ, നമ്മൾ ക്രോസ് ഫീഡ് കൊടുക്കുന്ന ക്രോസ് സ്ലൈഡ് ആണ് സാഡിലിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പാർട്ടും, ക്യാരേജിലുള്ള ഓരോ പാർട്ടും നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ആ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഹൗ മെനി ടൈപ്സ് ഓഫ് ബെഡ് വേസ് ആർ ഇൻ സെൻട്രൽ ലെയ്ത്ത് മെഷീൻ. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെഡ് വേസിൽ എത്ര തരം, സെൻട്രൽ ലെയ്ത്തിൽ എത്ര തരം ബെഡ് വേസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് ബ്രേക്കേജ് ഡ്യൂ ടു സഡൻ ലോഡ് ഈസ് കോൾഡ്. പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് ബ്രേക്കേജ് ഡ്യൂ ടു സഡൻ ലോഡ് എന്ന് പറയുന്നത് ആൻസർ ടഫ്നെസ് ആണ്. ആ ടൂൾ മെറ്റീരിയലിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫിഗറിൽ നിന്നുള്ളതാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത് മാർക്ക്ഡ് ആസ് എക്സ്. നമ്മൾ ലെയ്ത്തിൻ്റെ സ്പെസിഫിക്കേഷൻ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബെഡിൻ്റെ ലെങ്ത് ആണോ? അല്ല. സ്വിംഗ് ഡയമീറ്റർ ആണോ? അല്ല. ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ലെയ്ത്ത് ആണോ? അല്ല. ഇതെന്ന് പറയുന്നത് സെൻറ്റർ ഹൈറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് കട്ടിംഗ് ടൂൾ റിക്വയർ സ്പെഷ്യൽ ടൂൾ ഹോൾഡേഴ്സ്. ഇപ്പം നമ്മൾ കട്ടിംഗ് ടൂൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പെഷ്യൽ ടൂൾ ഹോൾഡേഴ്സ് വേണ്ടത് ഇതിൽ ഏതിനാണെന്ന്. ഇൻസെർട്ടഡ് ബിറ്റ് വിത്ത് ഹോൾഡറിനാണോ? സോളിഡ് ടൂളിന് ഒരു ടൂൾ ഹോൾഡറിൻ്റെ ആവശ്യമുണ്ടോ? ബ്രേസ്ഡ് ടൂൾസ് ആണോ? ത്രോ അവേ ടൈപ്പ് ടൂൾസ് ആണോ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ത്രോ അവേ ടൈപ്പ് ടൂൾസിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് റൈറ്റ് മേക്ക് സ്ലോപ്പ് ഫ്രം ദ ഫ്രണ്ട് ടുവേർഡ്സ് ദ ബാക്ക് ഓഫ് ദ ടൂൾ. അപ്പോൾ
നമ്മളൊരു റൈറ്റ് ആംഗിൾ രണ്ടെണ്ണം ഉണ്ട്. സൈഡ് റൈറ്റ് ആംഗിളും ഉണ്ട്, ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് റൈറ്റ് ആംഗിളും ഉണ്ട്. അപ്പോൾ അതിൽ പോസിറ്റീവ് ടോപ്പ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടായിരിക്കും അതിൻ്റെ സ്ലോപ്പ് വരുന്നത്. ഓക്കെ, പോസിറ്റീവ് ടോപ്പ് റൈറ്റ് ആംഗിൾ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സ്പിൻഡിൽ സ്പീഡ് ഫോർ ടേണിംഗ് ഡയമീറ്റർ 40 mm കാസ്റ്റ് അയൺ റോഡ് ഇഫ് ദ കട്ടിംഗ് സ്പീഡ് ഈസ് 50 m/min. അപ്പോൾ കട്ടിംഗ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V = πd n/1000. ഓക്കെ, ഈ ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാൻ നേരത്ത് നമുക്ക് n കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് നിങ്ങളത് ചെയ്ത് നോക്കിയേക്കണം. എൻ്റെ ആൻസർ വരുന്നത് A 119.3 RPM ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെറിറ്റ് ഓഫ് 3 jaw chuck ഇൻ ലെയ്ത്ത് മെഷീൻ? 3 jaw chuckൻ്റെ മെറിറ്റ് ആയിട്ട് പറയുന്നത് എന്തുവാണ്? വർക്ക് ക്യാൻ ബി സെറ്റ് വിത്ത് ഈസ്. ഓക്കെ, റൺ ഔട്ട് cannot be corrected. അത് ഡിമെറിറ്റ് ആണ്. ഓൺലി റൗണ്ട് ആൻഡ് ഹെക്സണൽ കമ്പോണൻസ് ക്യാൻ ബി ഹെൽഡ്. അതും ഡിമെറിറ്റ് ആയിട്ട് പറയുന്നതാണ്. ആക്യുറസി ഡിക്രീസസ് ആസ് ചക്ക് ഗെറ്റ്സ് വേൺ ഔട്ട്. ചെക്ക് വേൺ ഔട്ട് ആകുന്നതുകൊണ്ട് ആക്യുറസി ഡിക്രീസ് ചെയ്യും. അപ്പം മെറിറ്റും ഡിമെറിറ്റും 3 jaw chuckൻ്റെയും 4 jaw chuckൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിരിക്കുക. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, വർക്ക് ക്യാൻ ബി സെറ്റ് വിത്ത് ഈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെറാമിക്സ് ആൻഡ് ഡയമണ്ട്സ് ബിലോങ് ടു വിച്ച് മെറ്റീരിയൽ ഗ്രൂപ്പ്? നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് നോൺ മെറ്റാലിക് ടൂൾ മെറ്റീരിയൽ ആണ്, സെറാമിക്സും ഡയമണ്ട്സും വരുന്നത്. ഓക്കെ, വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഇഫ് ദ ക്യാരേജ് ഈസ് നോട്ട് ലോക്ക്ഡ് വൈൽ ഫേസിങ്? ഫേസിങ് ചെയ്യാൻ നേരത്ത്, അതായത് ഫേസിങ് എന്ന് പറയുന്നത് ഓർത്തോഗണലായിട്ട്, അതായത് 90 ഡിഗ്രിയിൽ നമ്മൾ കട്ട് ചെയ്യുന്നതാണ് ഫേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാരേജ് ലോക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കോൺവെക്സ് ഫേസ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി, കോൺവെക്സ് ഫേസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു ഫിഗർ ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലെയ്ത്ത് സ്പെസിഫിക്കേഷൻ മാർക്ക്ഡ് എക്സ്? ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ലെയ്ത്ത് സ്പെസിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതെന്ന് പറയുന്നത് രണ്ട് സെൻറ്റേഴ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണിച്ചിരിക്കുന്നു, ലെങ്ത് ബിറ്റ്വീൻ സെൻറ്റർ. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് കട്ടിംഗ് ടൂൾ യൂസ്ഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ? അപ്പോൾ മാസ് പ്രൊഡക്ഷൻ, ഈ കട്ടിംഗ് ടൂൾസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണമെന്ന്. മാസ് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ത്രോ അവേ ടൈപ്പ് ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ആംഗിൾ മാർക്ക്ഡ് ആസ് എക്സ്? ഇവിടെ എക്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സൈഡ് കട്ടിംഗ് എഡ്ജ് ആണ്. ഇത് സൈഡ് കട്ടിംഗ് എഡ്ജ്, ഇത് എൻഡ് കട്ടിംഗ് എഡ്ജ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആംഗിൾ, ആ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് പറയുന്നത് സൈഡ് ക്ലിയറൻസ് ആംഗിൾ ആണ്. ഓക്കെ, വിച്ച് ആംഗിൾ ഗ്രൗണ്ടഡ് ഓൺ ടൂൾ ഈസ് യൂസ്ഫുൾ ഇൻ ഒബ്ലിക് കട്ടിംഗ്? വിച്ച് ആംഗിൾ ഗ്രൗണ്ടഡ് ഓൺ ടൂൾ ഈസ് യൂസ്ഫുൾ ഇൻ ഒബ്ലിക് കട്ടിംഗ്? ഇപ്പോൾ ഒരു ചരിഞ്ഞ രീതിയിൽ നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യം പഠിച്ച ആംഗിൾ. ഓക്കെ, ആ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളിൻ്റെ മറ്റൊരു പേരാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അതിന് പറയുന്ന പേര് അപ്രോച്ച് ആംഗിൾ എന്നാണ്. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് എക്സ്? ഇപ്പോൾ ഈ ഫിഗറിൽ ഇപ്പം നമ്മൾ ചക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 3 jaw ചക്കാണ് തന്നിരിക്കുന്നത്. അതിൽ എക്സ് ആയിട്ട് നോട്ട് ചെയ്തിരിക്കുന്നത് ബോഡിയാണോ? ബോഡി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ബാക്ക് പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ പുറകിൽ വരുന്നതാണ്. എക്സ്റ്റേണൽ ജോ എന്ന് പറയുന്നത് ഇതാണ്. ഈ കൊടുത്തിരിക്കുന്നത് ക്രൗൺ വീലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൈറ്റ് ഹാൻഡ് ടൂൾ ഓപ്പറേറ്റ്സ് ഡാഷ് ഫ്രം ടുവേഴ്സ് ഹെഡ് സ്റ്റോക്ക്. ഓക്കെ, റൈറ്റ് ഹാൻഡ് ടൂൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫ്രം ടെയിൽ സ്റ്റോക്ക് ടുവേഴ്സ് ദ ഹെഡ് സ്റ്റോക്ക് ആണ് ആൻസർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫക്റ്റ് കോസ്റ്റ് ഇഫ് ദ ടൂൾ ഈസ് നോട്ട് സെറ്റ് ടു ദ കറക്റ്റ് സെൻറ്റർ ഹൈറ്റ് വൈൽ ഫേസിങ്? ഇപ്പം ഫേസിങ്ങിനെ കുറിച്ച് നമുക്ക് ഒരു ചെറിയൊരു സെഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫക്റ്റ് കോസ്റ്റ് ഇഫ് ദ ടൂൾ ഈസ് നോട്ട് സെറ്റ് ടു ദ കറക്റ്റ് സെൻറ്റർ ഹൈറ്റ് വൈൽ ഫേസിങ്? കറക്റ്റ് സെൻറ്റർ ഹൈറ്റ് അല്ല നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പിപ്പ് ലെഫ്റ്റ് ഇൻ ദ സെൻറ്റർ. ഓക്കെ, നമ്മൾ ഫേസ് ചെയ്തതിന് ശേഷവും ചെറിയൊരു ബെർ പോലെ അവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതിനാണ് ഈ പിപ്പ് എന്ന് പറയുന്നത്. ആ സെൻറ്ററിലൊരു പിപ്പ്
ലെഫ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫിഗർ ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ് ഓഫ് ത്രീജോ ചെക്ക്? ഈ എക്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് അത് എക്സ്റ്റേണൽ ജോയ് ആണ്. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് പവർ ട്രാൻസ്മിഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ സ്പർ ഗിയർ? അപ്പോൾ ഇത് ഗിയറിൻ്റെ ഒരു പോർഷനിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്പർ ഗിയർ എന്ന് പറയുന്നത് പാരലൽ ഷാഫ്റ്റിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ പാരലൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് സ്പർ ഗിയർ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. വിച്ച് ടൈപ്പ് ഓഫ് ഹെഡ് സ്റ്റോക്ക് റിക്വയർ മോർ ടൈം ടു ചേഞ്ച് സ്പിൻഡിൽ സ്പീഡ്? ഏത് തരം ഹെഡ് സ്റ്റോക്ക് ആണ് കൂടുതൽ ടൈം എടുക്കുന്നത് സ്പിൻഡിൽ സ്പീഡ് ചേഞ്ച് ചെയ്യാനായിട്ട്? ഓൾഗിയയുടെ ഹെഡ് സ്റ്റോക്കിൽ എല്ലാം പെട്ടെന്നായിരിക്കും. കോൺപുള്ളി ഹെഡ് സ്റ്റോക്ക് എന്ന് പറയാൻ നേരത്ത് നമ്മൾ ആ ബെൽറ്റ് അതിനകത്ത് നിന്ന് മാറ്റിയിടുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം കോൺപുള്ളി ഹെഡ് സ്റ്റോക്ക് ആണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് എക്സ്? എക്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണെന്ന്, അതായത് ഈ പാർട്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഇത് ലീഡ് സ്ക്രൂ ആണ്. ഇപ്പോൾ താഴത്ത് വരുന്നത് ഫീഡ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഫീഡ് റോഡാണ്. ഓക്കെ, അത് ഫീഡ് ഷാഫ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് ഇൻ ടേണിംഗ് ടു റിമൂവ് ബർ ആൻഡ് ഷാർപ്നെസ് ഫ്രം ദ എഡ്ജ് ഓഫ് ദ കമ്പോണൻറ്റ്? ഇപ്പം നമ്മൾ ഒരു കമ്പോണൻറ്റിൻ്റെ എൻഡിൽ ബർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ചാംഫറിങ്. ഓക്കെ, അത് ബിവൽ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ചാംഫറിങ് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡീമെറിറ്റ് ഓഫ് ദ ഫോർജോ ചെക്ക്? ജോസ് ആർ റിവേഴ്സിബിൾ. ഇറഗുലർ ഷേപ്പ് ജോബ് ക്യാൻ ബി ഹോൾഡ്. ഹെവി കട്ട്സ് ക്യാൻ ബി ഗിവൺ. സ്മോൾ ആൻഡ് ഫിനിഷ്ഡ് വർക്ക് വിൽ ബി ഡാമേജ്. ഇപ്പം ഇതിൻ്റെ അകത്ത് പറയുന്ന ഹൈ ഗ്രിപ്പ് അല്ലേ വരുന്നത്, ഹൈ ഹോൾഡിംഗ് പവറാണ് വരുന്നത്. അപ്പം ചെറിയ ഫിനിഷ്, സ്മോൾ ആൻഡ് ഫിനിഷ്ഡ് വർക്ക് ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ഡീമെറിറ്റ് ഓഫ് ത്രീജോ ചെക്ക്? ത്രീജോ ചെക്കിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് എന്തുവാ? വർക്ക് ക്യാൻ ബി സെറ്റ് വിത്ത് ഈസ്. പെട്ടെന്ന് സെറ്റ് ചെയ്യാം, സെൽഫ് സെൻറ്ററിങ് ആയതുകൊണ്ട്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ജോസ് ആർ അവൈലബിൾ. ഇന്റേണൽ ജോസും എക്സ്റ്റേണൽ ജോസും അവൈലബിൾ ആണ്. ആക്യുറസി ഡിക്രീസസ്. അതാണ് ത്രീജോ ചെക്കിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട്? അപ്പോൾ ഇത് ഞാൻ ഫിഗർ വെച്ച് പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതൊരു വി ഷേപ്പ് അല്ലേ വരുന്നത്, അതൊരു വി ഗ്രൂ ആണ്. ഓക്കെ, ഇൻ കോൺപുള്ളി ഹെഡ് സ്റ്റോക്ക് ദ പവർ ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ. കോൺപുള്ളി ഹെഡ് സ്റ്റോക്കിൽ സ്റ്റെപ്ഡ് പുള്ളീസ് ആണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ഹെഡ് സ്റ്റോക്ക് കണ്ടെയ്ൻ ഷാഫ്റ്റ് ഗിയേഴ്സ് ആൻഡ് ക്ലച്ചസ്? ഷാഫ്റ്റ്, ഗിയേഴ്സ്, ക്ലച്ചസ് ഇതൊക്കെയുള്ള ഹെഡ് സ്റ്റോക്ക് ഏതാണ്? ഓൾ ഗിയേർഡ് ഹെഡ് സ്റ്റോക്ക് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് എക്സ് ഇൻ ലെയ്ത്ത് കാരേജ്? ആ ലെയ്ത്ത് കാരേജിൽ ആ എക്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഏതാണ്? ടൂൾ പോസ്റ്റ് ആണോ? അല്ല. ക്രോസ് സ്ലൈഡ് ആണോ? അല്ല. സാഡിൽ ലോക്ക് ആണോ? അല്ല. അതെന്ന് പറയുന്നത് ടോപ്പ് സ്ലൈഡ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സ്ലൈഡ് ആണ്. കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ മുകളിൽ വരുന്നത് കോമ്പൗണ്ട് സ്ലൈഡ്. ഓക്കെ, വിച്ച് പാർട്ട് ഓഫ് ദ ലെയ്ത്ത് ട്രാൻസ്മിറ്റ് ഡ്രൈവ് ഫ്രം മെയിൻ മോട്ടോർ ടു വർക്ക്? മെയിൻ മോട്ടറിൽ നിന്ന് വർക്കിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഓപ്ഷൻ എ, ഹെഡ് സ്റ്റോക്ക് വഴിയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബാക്ക് ഗിയർ യൂണിറ്റ് ഇൻ ലെയ്ത്ത് മെഷീൻ? ബാക്ക് ഗിയർ യൂണിറ്റ് എന്തിനാണ് ലെയ്ത്ത് മെഷീനിൽ യൂസ് ചെയ്യുന്നത്? അതെന്ന് പറയുന്നത് സ്പിൻഡിൽ സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ത്രെഡ് കട്ടിങ് മെക്കാനിസം, ഒരു ലാർജ് വർക്ക് പീസ് ടേൺ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു നേളിംഗ് പ്രോസസ്സ് ചെയ്യണം, അത്തരം സിറ്റുവേഷനിലൊക്കെയാണ് ഈ ബാക്ക് ഗിയർ യൂണിറ്റ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? അപ്പം ഇതിൽ ഓരോ ഫിഗറിൻ്റെ ഇമ്പോർട്ടൻ്റ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും. ഇത് ക്ലച്ചല്ല, ലെയ്ത്ത് സ്പിൻഡിലല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇത് ഫീഡ് സെലക്ടർ ആണോ ഫീഡ് ഡയറക്ഷൻ ലിവർ ആണോ എന്നുള്ള കാര്യത്തിലായിരിക്കും ഡൗട്ട് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫീഡ് ഡയറക്ഷൻ ലിവർ ആണ്. ഓപ്ഷൻ ഡി, ഫീഡ് ഡയറക്ഷൻ ലിവർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഓപ്പറേഷൻ? ഇപ്പം ഇതിൻ്റെ അകത്തൊരു ഓപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്, അതേതാണ്? സ്ക്വയർ ഷോൾഡർ ആണോ? ഫില്ലറ്റഡ് ഷോൾഡർ ആണോ? ബിവൽഡ് ഷോൾഡർ ആണോ? ഇതെന്ന് പറയുന്നത് അണ്ടർ കട്ട് ഷോൾഡർ ആണ്. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ഡയമീറ്റർ കുറഞ്ഞൊരു ഏരിയ.
അതിന് അണ്ടർകട്ട് ഷോൾഡർ എന്നാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേപ്പർ ഹാവ് സ്മോളർ ടേപ്പർ ആംഗിൾ ആൻഡ് ഡസ് നോട്ട് റിക്വയർ ലോക്കിംഗ് ഡിവൈസസ്? ഇത് ടേപ്പർ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേപ്പർ ഹാവ് സ്മോളർ ടേപ്പർ ആംഗിൾ ആൻഡ് ഡസ് നോട്ട് റിക്വയർ ലോക്കിംഗ് ഡിവൈസസ്? അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സെൽഫ് ഹോൾഡിംഗ് ടേപ്പർ എന്ന് പറയും. ഓക്കെ, 42ൻ്റെ ആൻസർ സെൽഫ് ഹോൾഡിംഗ് ടേപ്പർ. വിച്ച് ലൈത്ത് ഓപ്പറേഷൻ ഈസ് ഡൺ ടു പ്രൊഡ്യൂസ് കോൺസെൻട്രിക് ആൻഡ് ആക്യുറേറ്റ് സൈസ്ഡ് ഹോൾ? അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഇപ്പോൾ ആക്യുറേറ്റ് സൈസ് ഫിനിഷ് ചെയ്യുന്ന പ്രോസസ്സാണ്, അതെന്ന് പറയുന്ന റീമിംഗ് ആണ്. ഓക്കെ, മെട്രിക് ടേപ്പർ നമ്പർ ഇൻഡിക്കേറ്റ്സ് ദ ഡാഷ് ടേപ്പർ. മെട്രിക് ടേപ്പർ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബിഗ് ഡയമീറ്റർ ടേപ്പറിനെ ആയിരിക്കും. ഓപ്ഷൻ ബി. ഓക്കെ, വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ ഫോർ ടേപ്പർ ടേണിംഗ് സ്മോൾ ലെങ്സ് വെയർ ആക്യുറസി ഈസ് നോട്ട് എ ഇമ്പോർട്ടൻസ്? അതായത് മാസ് പ്രൊഡക്ഷൻ ആണ്, സ്മോൾ ലെങ്തിലാണ്, ആക്യുറസി അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോം ടൂളാണ്. എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഈസ് ഓൾസോ നോൺ ആസ്. ഇപ്പം സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഉണ്ട്, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഉണ്ട്. സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളിനെ അപ്രോച്ച് ആംഗിൾ എന്ന് പറഞ്ഞു, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രയൽ ആംഗിൾ. ഓക്കെ, അപ്പോൾ രണ്ട് പേരും അറിഞ്ഞിരിക്കണം. വിച്ച് ടേപ്പർ ഈസ് ഓൺ ഔട്ടർ ഓഫ് സ്പിൻഡിൽ നോസ് ഓൺ വിച്ച് ഫേസ് പ്ലേറ്റ് ഓർ ചക്ക് ഈസ് ഫിറ്റഡ്? സ്പിൻഡിൽ നോസിൻ്റെ ഔട്ടറിൽ വരുന്ന വിച്ച് ഫേസ് പ്ലേറ്റ് ഓർ ചക്ക് ഈസ് ഫിറ്റഡ്? സ്പിൻഡിൽ നോസിൻ്റെ ഔട്ടറിൽ വരുന്ന ടേപ്പറാണ്, അവിടെ ഫേസ് പ്ലേറ്റും ചക്ക് നമ്മൾ ഫിറ്റ് ചെയ്യും. ഇതിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ജാർണോ ടേപ്പറാണ്. ഓക്കെ, ടെയിൽ സ്റ്റോക്കിൻ്റെ അവിടെ വരുന്നത് മോഴ്സ് ടേപ്പറാണ്. ദ യൂണിഫോം ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഡയമീറ്റർ അലോങ് ലെങ്ത് ഓഫ് ജോബ് ഈസ് കോൾഡ്? യൂണിഫോം ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഡയമീറ്റർ അലോങ് ദ ലെങ്ത് ഓഫ് ജോബ്, അതിനെ പറയുന്ന പേര് എന്താണെന്നുള്ളത്, അതിനെ പറയുന്ന പേരാണ് ടേപ്പർ. ഇന്റേണൽ ടേപ്പർ കനോട്ട് ബി ടേൺഡ് ബൈ ദിസ് മെത്തേഡ്. ഇന്റേണൽ ടേപ്പർ നമുക്ക് ഈ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ആ മെത്തേഡാണ് ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ്. അപ്പോൾ അതിനെക്കുറിച്ച് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് പറഞ്ഞുതരാം. ഓക്കെ, ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡാണ്. ഇന്റേണൽ ടേപ്പർ നമുക്കതിൽ ടേൺ ചെയ്യാൻ പറ്റത്തില്ല. ഇൻ വിച്ച് മെത്തേഡ് ഓഫ് ടേപ്പർ ടേണിംഗ് ക്യാരേജ് ഷുഡ് ബി ലോക്ക്ഡ്? ക്യാരേജ് ലോക്ക് ചെയ്യേണ്ട ഇതിൽ ഏത് ടേപ്പർ ടേണിംഗ് മെത്തേഡിലാണ്? അതെന്ന് പറയുന്നത് ഓപ്ഷൻ എ ഫോം ടൂളാണ്. ഓക്കെ, അപ്പോൾ ഈ 50 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് നിമി ക്വസ്റ്റ്യൻ സീരീസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ലൈത്തി എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണ്. വിച്ച് പാർട്ട് ഓഫ് ദ ലൈത്ത് സെർവ്സ് എ ഹൗസിംഗ് ഫോർ ദ ഡ്രൈവിംഗ് പുള്ളീസ് ആൻഡ് ബാക്ക് ഗിയേഴ്സ്? ഡ്രൈവിംഗ് പുള്ളീസിൻ്റെയും ബാക്ക് ഗിയേഴ്സിൻ്റെയും ഒരു ഹൗസിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഹെഡ് സ്റ്റോക്ക് ആണ്. കട്ടിംഗ് ടൂൾ യൂസ്ഡ് ഇൻ ലൈത്ത് മെഷീൻ ഈസ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. ഇമ്പോർട്ടൻ്റ് ആണ്, ലൈത്ത് മെഷീന് യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. വിച്ച് പാർട്ട് ഓഫ് ദ ലൈത്ത് മെഷീൻ ഈസ് കോൾഡ് ലൈവ് സെൻറ്റർ? ലൈവ് സെൻറ്റർ എന്ന് പറയുന്നത് ഹെഡ് സ്റ്റോക്ക്, ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത് ടെയിൽ സ്റ്റോക്കിൽ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻ ഈസ് കോൾഡ് ആസ് ഇന്റേണൽ ടേണിംഗ് ഓപ്പറേഷൻ? ഇന്റേണൽ ടേണിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അത് ബോറിംഗ് ആണ്. ഈ ബോറിംഗ് ടൂൾ എവിടെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതെന്ന് പറയുന്നത് നമ്മൾ ടൂൾ പോസ്റ്റിലാണ്, ഒരിക്കലും ടെയിൽ സ്റ്റോക്കിൽ എന്ന് എഴുതി വെക്കരുത്. ഇപ്പം പ്രീവിയസ്ലി ഡ്രിൽഡ് ആയിട്ടുള്ള ഹോളിനെ എൻലാർജ് ചെയ്യാനായിട്ടാണ് ഈ ബോറിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഡ്രിൽഡ് ഹോളിനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീമർ അല്ലെങ്കിൽ റീമിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ദ ചക്ക് ഈസ് യൂസ്ഡ് ടു, ചക്ക് എന്നാണ് യൂസ് ചെയ്യുന്നത് ഹോൾഡ് ദ ജോബ് പീസ്. ലെയ്ത്ത് ബെഡ് ഈസ് മെയ്ഡ് ഓഫ്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാസ്റ്റ് അയൺ. ബൈ ടേണിംഗ് ഓപ്പറേഷൻ വി ക്യാൻ, ടേണിംഗ് ഓപ്പറേഷനിൽ നമുക്ക് ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബേസ് ഓഫ് ലെയ്ത്ത് മെഷീൻ എന്ന് പറയുന്നത് ബെഡാണ്. വിച്ച് ഈസ് 3 ജോ ചെക്ക്? 3 ജോ ചെക്കിനെ പറയുന്ന പേരാണ് സെൽഫ് സെൻറ്ററിങ് ചെക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചെക്ക് എന്നും പറയും. ഓക്കെ, 4 ജോ ചെക്കിനെ പറയുന്ന പേര് ഇൻഡിപെൻഡൻറ്റ് ചെക്ക് എന്നാണ്. വിച്ച് പാർട്ട് ഓഫ് ദ ലൈത്ത് ഈസ് എച്ച് ഷേപ്ഡ് കാസ്റ്റ് അയൺ ഓൺ ദ ബെഡ് ബേസ്? നമ്മൾ പറഞ്ഞായിരുന്നു സാഡിൽ. ഓക്കെ, വിച്ച് പാർട്ട് ഓഫ് ദ ലൈത്ത് സ്ലൈഡ്സ് ഓവർ ദ ബെഡ് ബേസ് ബിറ്റ്വീൻ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്? അപ്പോൾ ഹെഡ് സ്റ്റോക്കിൻ്റെയും ടെയിൽ സ്റ്റോക്കിൻ്റെ ഇടയിൽ സ്ലൈഡ് ചെയ്യുന്ന ആ പാർട്ടിൻ്റെ പേരാണ് ക്യാരേജ്.
Next question, which type of taper is provided at the hollow end of the tailstock? Tailstock ആ സ്പിൻഡിലിൽ കൊടുത്തിരിക്കുന്നത് മോൾസ് ടേപ്പർ ആണ്. അത് MD0 to MD7 ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ അത് 0 to 6 വരെ കൊടുത്തിട്ടുള്ളൂ. സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 0 to 7 ആണ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കാം. വൈൽ ഡ്രില്ലിംഗ് ഇൻ ലെയ്ത്ത്, ഡ്രിൽ ഇസ് ഹെൽഡ് ഇൻ ദ, നമ്മൾ ലെയ്ത്തിൽ ഡ്രില്ല് ചെയ്യാൻ നേരത്ത് ഡ്രില്ല് ഹെൽഡ് ചെയ്യുന്നത് ടെയിൽ സ്റ്റോക്കിലാണ്. ബോർ ചെയ്യാൻ നേരത്ത് ബോറിംഗ് ടൂൾ ഹെൽഡ് ചെയ്യുന്നത് ടൂൾ പോസ്റ്റിലാണ്. ഇത് തമ്മിൽ മാറിപ്പോരും. ദ ഹെഡ് സ്റ്റോക്ക് ഓഫ് എ ലൈത്ത് ഈസ് സിറ്റുവേറ്റഡ് അറ്റ്, ഹെഡ് സ്റ്റോക്ക് ലൈത്തിൻ്റെ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ലെഫ്റ്റ് ഹാൻഡ് എൻഡ് ആണ്, ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സെൻട്രൽ ലൈത്ത്? സെൻട്രൽ ലൈത്തിൻ്റെ പാർട്ട് അല്ലാത്തത് ഏത്? ലീഡ് സ്ക്രൂ നമുക്കറിയാം, ഫീഡ് റോഡ് ഉണ്ടെന്നറിയാം, സാഡിൽ ഉണ്ടെന്നറിയാം. ആർബർ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ആർബർ എന്ന് പറയുന്നത് മില്ലിംഗ് മെഷീനിൽ മില്ലിംഗ് കട്ടർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. ഫോളോവർ സ്റ്റഡി ഈസ് ഫിക്സ്ഡ് ഓൺ. നമുക്ക് രണ്ട് സ്റ്റഡി റെസ്റ്റ് ഉണ്ട്, ഫോളോവർ സ്റ്റഡി റെസ്റ്റും ഫിക്സഡ് സ്റ്റഡി റെസ്റ്റും. അതിൽ ഈ ഫോളോവർ സ്റ്റഡി റെസ്റ്റ് എന്ന് പറയുന്നത് സാഡിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക. ഹാഫ് നെറ്റ് ഈസ് കണക്റ്റഡ് വിത്ത്, ഹാഫ് നെറ്റ് എപ്പോഴാണ് കണക്ട് ചെയ്യുന്നത്? അത് ത്രെഡ് കട്ടിംഗ് ഓൺ ലൈത്ത്, ത്രെഡ് കട്ടിംഗ് ലൈത്തിൽ ചെയ്യാൻ നേരത്താണ് ഹാഫ് നെറ്റ് നമ്മൾ എൻഗേജ് ചെയ്യുന്നത്. ഇൻ ലെയ്ത്ത് ക്യാരേജ് ആൻഡ് ടെയിൽ സ്റ്റോക്ക് ആർ ഗൈഡഡ് ഓൺ. ഇപ്പോൾ ഇത് എല്ലാവർക്കും തെറ്റിപ്പോകുന്നത് സെയിം ഗൈഡ് വേസ് എന്ന് ഫസ്റ്റ് ഓപ്ഷൻ കാണും. ഇപ്പോൾ ക്യാരേജും ടെയിൽ സ്റ്റോക്കും ശ്രദ്ധിച്ചോണം, ക്യാരേജും ടെയിൽ സ്റ്റോക്കും ഡിഫറെൻറ്റ് ഗൈഡ് വേസിലാണ് ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ. ലൈത്ത് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഡാഷ് സർഫസ്. ഇപ്പോൾ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഫ്ലാറ്റ് സർഫസ്, കർവ്, ടേപ്പർ, ഇതൊന്നുമല്ല. പ്രൈമർലി നമ്മൾ ലെയ്ത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിലിണ്ടറിക്കൽ സർഫസ് ആണ്, ഫ്ലാറ്റ് അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദ മെൻഷൻഡ് ആണ്. ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് ഫീഡ് ഈസ് നീഡഡ് ഇൻ ഫേസിംഗ് ഓപ്പറേഷൻ? ഫേസിംഗ് ഓപ്പറേഷനിൽ ഏത് തരം ഫീഡാണ് ആവശ്യം? ക്രോസ് ഫീഡാണ് ആവശ്യം. വിച്ച് ടൈപ്പ് ഓഫ് ഫീഡ് ഈസ് നീഡഡ് ഇൻ ടേണിംഗ് ഓപ്പറേഷൻ? ടേണിംഗ് ഓപ്പറേഷനിൽ ലോഞ്ചിറ്റ്യൂണൽ ഫീഡാണ്. വിച്ച് ടൈപ്പ് ഓഫ് ലൈത്ത് ഈസ് ഓൾസോ നോൺ ആസ് സെൻട്രൽ ലൈത്ത്? ഓൾറെഡി സെൻട്രൽ ലൈത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സെൻട്രൽ ലൈത്തിന് പറയുന്ന മറ്റൊരു പേര് എൻജിൻ ലൈത്ത് എന്നാണ്. ഓക്കെ. സ്പിൻഡിൽ ഈസ് ഫിറ്റഡ് വിത്ത്, സ്പിൻഡിൽ എന്ന് പറയുന്നത് എന്തൊക്കെയായിട്ട്, ഇപ്പം ചക്കുണ്ട് ഓപ്ഷൻ, ഫേസ് പ്ലേറ്റ് ഉണ്ട്, ചക്ക് ഓർ ഫേസ് പ്ലേറ്റ് ഉണ്ട്, നൺ ഓഫ് ദ മെൻഷൻ. അപ്പോൾ ഇതിൽ ആദ്യം ചക്ക് കാണാൻ നേരം ചക്ക് പോയി കുത്തരുത്, ഓപ്ഷൻ എല്ലാം വായിച്ചു നോക്കണം. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചക്ക് ഓർ ഫേസ് പ്ലേറ്റ് ആണ്. ഹൗ മെനി ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ആർ പോസിബിൾ ഇൻ ക്യാരേജ്? ക്യാരേജിൽ എത്ര മൂവ്മെൻറ്റ്സ് പോസിബിൾ ആണ്? മൂന്ന് മൂവ്മെൻറ്റ്സ് ക്യാരേജിൽ പോസിബിൾ ആണ്. ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് ഫീഡ് ഈസ് ഓൾവേസ് ഡൺ പെർപെൻഡിക്കുലർ ആക്സ് ഓഫ് വർക്ക്? വർക്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നത് അത് ക്രോസ് ഫീഡാണ്. ഓക്കെ. എ ചക്ക് ഈസ് അറ്റാച്ച്ഡ് ടു, ചക്ക് എന്ന് പറയുന്നത് ലെയ്ത്ത് സ്പിൻഡിലുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് വർക്ക് ഷുഡ് ബി ഹെൽഡ് ഇൻ 3 ജോ ചെക്ക്? 3 ജോ ചെക്കിൽ ഏതുതരം വർക്കായിരിക്കും ഹെൽഡ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷനിൽ പെർഫെക്റ്റ്ലി റൗണ്ട് വർക്കാണ് ഉള്ളത്. ഓക്കെ. ഓൾസോ ഹെക്സാണൽ വർക്ക് നമുക്കതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓപ്ഷൻ നോക്കി രണ്ടും ഉണ്ടെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ആ രീതിയിൽ ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചക്ക് ഈസ് ഓൾസോ നോൺ ആസ് ഡോഗ് ചക്ക്. ഡോഗ് ചക്ക് എന്നറിയപ്പെടുന്ന ചക്കിൻ്റെ പേരാണ് 4 ജോ ചക്ക്. ഇത് ആർക്കും അധികം അറിയത്തില്ലായിരിക്കും. ഡോഗ് ചക്ക് എന്നും 4 ജോ ചക്കിനെ പറയും. വർക്ക് പീസ് ക്യാൻ ബി ഹോൾഡ് ഓൺ എ ഫേസ് പ്ലേറ്റ് ബൈ, ഇപ്പോൾ ഒരു ഫേസ് പ്ലേറ്റിൽ വർക്ക് ഹോൾഡ് ചെയ്യുന്നത് ബോൾട്ടും ക്ലാമ്പും ഉപയോഗിച്ചിട്ടാണ്, ബോത്ത് ബോൾട്ട് ആൻഡ് ക്ലാമ്പ്. ഓക്കെ. ഓഫ്സെറ്റ് ഓഫ് ടെയിൽ സ്റ്റോക്ക് ഈസ് ഡൺ ഫോർ. ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പർ ടേണിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് ബിവലിംഗ് ഷാർപ്പ് എൻഡ്സ് ഓഫ് എ വർക്ക് പീസ്. ഒരു വർക്ക് പീസിൻ്റെ ഷാർപ്പ് എൻഡ്സ് ബിവൽ ചെയ്യുന്ന ആ പ്രോസസ്സിനെ നേരത്തെ പറഞ്ഞായിരുന്നു ചാംഫറിങ് എന്ന് പറയും. സാധാരണ 2 mm 45 ഡിഗ്രി ആംഗിളാണ് ചെയ്യുന്നത്. വിച്ച് ഫോം ഓഫ് ത്രെഡ് ഈസ് യൂസ്ഡ് ഇൻ 4 ജോ ചെക്ക് ഫോർ അഡ്ജസ്റ്റിംഗ് ദ ജോസ്? ഇപ്പോൾ 4 ജോ ചെക്കിൽ ഏത് സ്ക്രൂ ഷാഫ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് ത്രെഡാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്ക്വയർ സ്ക്രൂ ത്രെഡ് ആണ്. ഓക്കെ. സ്ക്വയർ ത്രെഡ് ആണ്. വിച്ച് ലൈത്ത് ഓപ്പറേഷൻ ദ ജോബ് വിൽ ബി ദ സെയിം ഡയമീറ്റർ ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ജോബ്? സെയിം ഡയമീറ്റർ തന്നെ ആയിരിക്കും ത്രൂ ഔട്ട് ദ ലെങ്ത്. അതെന്ന് പറയുന്നത് പ്ലെയിൻ ടേണിംഗ് ആണ്. വിച്ച് ലൈത്ത് ഓപ്പറേഷൻ ഈസ് ഇൻറ്റൻഡഡ് ഫോർ ജനറേറ്റിംഗ് കോൺകേവ് ആൻഡ് കോൺവെക്സ് പ്രൊഫൈൽ ഓൺ ദ വർക്ക് പീസ്? ഇപ്പോൾ അല്ലെ കോൺകേവ്, ഇപ്പോൾ ഇങ്ങനെ ഒരു സർഫസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർഫസ്,
നമ്മൾ പ്രൊഫൈൽ വർക്ക് സർഫസിൽ ഉണ്ടാക്കുന്നത്. അതിനെ ഫോം ടേണിംഗ് എന്നാണ് പറയുന്നത്. ബാക്ക് ഗിയർ മെക്കാനിസം ഈസ് പ്രൊവൈഡ് ഇൻ കോൺപുള്ളി ഹെഡ് സ്റ്റോക്ക് ടു ബാക്ക് ഗിയർ മെക്കാനിസം കോൺപുള്ളി ഹെഡ് സ്റ്റോക്കിൽ കൊടുത്തിരിക്കുന്നത് സ്പിൻഡിലിൻ്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓൺ എ ലേത്ത് ഈസ് യൂസ്ഡ് ടു ഗിവ് ഡെപ്ത് ഓഫ് കട്ട്. ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കാനായിട്ട് ക്രോസ് സ്ലൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ സൈസ് ഓഫ് 3 ജോ ചക്ക് ഈസ് സ്പെസിഫൈഡ് ബൈ. 3 ജോ ചക്കിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഡയമീറ്റർ ഓഫ് ദ ബോഡി ഓഫ് ദ ചക്കാണ്. അപ്പം ഡയമീറ്റർ ഓഫ് ദ ബോഡി ഓഫ് ദ ചക്ക്. ഓക്കെ. ആൻഡ് ഇറഗുലർലി ഷേപ്ഡ് വർക്ക് പീസ് ഈസ് ടേൺഡ് ഓൺ എ ലെയ്ത്ത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഈസ് യൂസ്ഡ്. ഇപ്പോൾ ഇറഗുലർ ആയിട്ടുള്ള ഫേസ് പ്ലേറ്റ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ് വർക്ക് പീസിന് നമുക്ക് ഫേസ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഓപ്ഷൻ. അപ്പോൾ അവിടെ 4 ജോ ചക്ക് ഉണ്ടെങ്കിലും ഫേസ് പ്ലേറ്റ് തന്നെയാണ് ഓപ്ഷൻ. ഓക്കെ. സ്ക്രോൾ ആൻഡ് ഗിയർ മെക്കാനിസം, ഇത് 3 ജോ ചക്ക് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. സ്ക്രോൾ ആൻഡ് ഗിയർ മെക്കാനിസം എംപ്ലോയ് ചെയ്തിരിക്കുന്നത് 3 ജോ ചക്കിലാണ്. ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ലൈഫ് സെൻറ്റർ നോസ്, ഫസ്റ്റ് ഓപ്ഷൻ 90 ആയിരിക്കും കിടക്കുന്നത്, 60 ആണ് ആൻസർ. ലൈഫ് സെൻറ്റർ നോസിൻ്റെ ഇൻക്ലൂഡ് ആംഗിൾ എന്ന് പറയുന്നത് 60 ആണ്. ഡാഷ് ഇസ് എ ലോങ് ത്രെഡഡ് ഷാഫ്റ്റ് ഓൺ ദ ലെയ്ത്ത്. ലോങ് ത്രെഡഡ് ഷാഫ്റ്റ് ഓൺ ദ ലെയ്ത്ത് ലീഡ് സ്ക്രൂ ആണ്. ഷേപ്പ് ഓഫ് ടറക്റ്റ് ഇൻ ടറക്റ്റ് ലെയ്ത്ത്, ഇത് എക്സ്ട്രാ കയറി വന്നതാണ്, സാധാരണ ടേണർ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ടറക്റ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹെക്സഗൺ ആണ്. ഓക്കെ. വുഡ് വർക്കിംഗ് ലെയ്ത്ത് ഇസ് ദ ടൈപ്പ് ഓഫ് സ്പീഡ് ലെയ്ത്ത്. നെക്സ്റ്റ്, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ലെയ്ത്ത് സെൻറ്റർ ദ ഹാർഡ് ടിപ്പ് ഈസ് വിയർ റെസിസ്റ്റൻറ്റ്. ഇപ്പം നമുക്ക് 2 സെൻറ്റർ അറിയാം, ഡെഡ് സെൻറ്റർ അറിയാം, ലൈഫ് സെൻറ്റർ അറിയാം. അതുകൂടാതെ കുറച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. ടിപ്ഡ് സെൻറ്റർ, റിവോൾവിംഗ് സെൻറ്റർ, ബോൾ സെൻറ്റർ, ഹാഫ് സെൻറ്റർ, ഓർഡിനറി സെൻറ്റർ. ഓക്കെ. ഈ ടിപ്ഡ് സെൻറ്റർ ആണ് വിയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്. കാർബൈഡ് അല്ലെങ്കിൽ ഹാർഡ് അലോയ് ടിപ്പ് ഈസ് ബ്രേസ്ഡ് ഇൻ ടു ആൻ ഓർഡിനറി സ്റ്റീൽ ഷാങ്ക്. ഒരു ഓർഡിനറി സ്റ്റീൽ ഷാങ്കിൽ കാർബൈഡ് അല്ലെങ്കിൽ ഹാർഡ് അലോയ് ടിപ്പ് ബ്രേസ് ചെയ്ത് വെച്ചിരിക്കും. അതിനെയാണ് ടിപ്ഡ് സെൻറ്റർ എന്ന് പറയുന്നത്. അത് വിയർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ റിവോൾവിംഗ് സെൻറ്റർ ഉണ്ട്, അതെന്ന് പറയുന്നത് ഫ്രിക്ഷൻലെസ് ആയിരിക്കും. ഹെവി ജോബിനെ റിവോൾവ് ചെയ്യാൻ വേണ്ടി, ഹൈ സ്പീഡിൽ റിവോൾവ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്നതാണ് റിവോൾവിംഗ് സെൻറ്റർ. ഓക്കെ. ബോൾ സെൻറ്റർ എന്ന് പറയുന്നത് മിനിമം വിയർ ആൻഡ് സ്ട്രെയിൻ ആയിരിക്കും, ടേപ്പർ ടേണിങ്ങിന് സ്യൂട്ടബിൾ ആയിരിക്കും ഈ ബോൾ സെൻറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഓർഡിനറി സെൻറ്റർ ഉണ്ട്, ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഹാഫ് സെൻറ്റർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഫേസിങ് ജോബ് ചെയ്യാൻ നേരത്ത് ആ സെറ്റിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് സെൻറ്റർ യൂസ് ചെയ്യും. അടുത്തത് വാട്ട് ഈസ് നേർലിംഗ്. നേർലിംഗ് എന്ന് പറയുന്ന ഒരു ഫോമിംഗ് ഓപ്പറേഷൻ ആണ്. നേർലിംഗ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അതൊരു കട്ടിങ് ഓപ്പറേഷൻ അല്ല. ഓക്കെ. അതൊരു ഫോമിംഗ് ഓപ്പറേഷൻ ആണ്. സ്ട്രൈറ്റ് ലൈൻഡ്, ഡയമണ്ട് ഷേപ്ഡ് അല്ലെങ്കിൽ ക്രോസ് ലൈൻഡ് പാറ്റേൺ നമ്മളൊരു വർക്ക് സർഫസിൽ ഉണ്ടാക്കുന്നതിനാണ് നേർലിംഗ് എന്ന് പറയുന്നത്. ഇൻ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് എമൗണ്ട് ഓഫ് ടേപ്പർ ഫോർ സെറ്റിംഗ് ദ ആംഗിൾ ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദിസ് ഫോർമുല. അപ്പോൾ ഒരു കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് ടേപ്പർ ടേണിങ്ങിൻ്റെ ഒരു പോർഷനിൽ നിന്ന് വരുന്നതാണ്. ഇൻ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ് എമൗണ്ട് ഓഫ് ടേപ്പർ ഫോർ സെറ്റിംഗ് ദ ആംഗിൾ ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ദിസ് ഫോർമുല. ടാൻ ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് ഡി മൈനസ് സ്മോൾ ഡി ഡിവൈഡഡ് ബൈ 2L. ഈ എൽ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ജോബാണ്. ഡി എന്ന് പറയുന്നത് ബിഗ്ഗർ ഡയമീറ്റർ, സ്മോൾ ഡി എന്ന് പറയുന്നത് സ്മോളർ ഡയമീറ്റർ. ഇപ്പോൾ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡിൽ ഒരു വ്യത്യാസമുണ്ട്. ഡി മൈനസ് ഡി ഇൻറ്റു ക്യാപിറ്റൽ എൽ ഡിവൈഡഡ് ബൈ 2L. ആ സ്മോൾ എൽ എന്ന് പറയുന്നത് നമ്മൾ ടേപ്പർ ലെങ്തും ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ജോബുമാണ്. പിന്നെ നേരത്തെ പറഞ്ഞത് ഫോം ടൂൾ മെത്തേഡ്, ടേപ്പർ ഏതൊക്കെ രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. ഫോം ടൂൾ മെത്തേഡ് മാസ് പ്രൊഡക്ഷനിൽ സ്മോൾ ലെങ്ത് ടേപ്പറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ക്യാരേജ് അവിടെ ലോക്കായിരിക്കും, കോമ്പൗണ്ട് റെസ്റ്റ് ആയിരിക്കും മൂവ് ആവുന്നത്. ഓക്കെ. സിവൽ കോമ്പൗണ്ട് സ്ലൈഡ് മെത്തേഡ്. സിവൽ കോമ്പൗണ്ട് സ്ലൈഡ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് റെസ്റ്റ് സ്ലൈഡ് സിവൽ ചെയ്യുന്ന പ്രോസസ്സ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റും. സ്റ്റീപ്പർ ടേപ്പർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് നോക്കി വെക്കേണ്ടത്. ഒൺലി ഹാൻഡ് ഫീഡ് ക്യാൻ ഗിവൺ, ഹാൻഡ് ഫീഡ് മാത്രം കൊടുക്കാനൊക്കത്തുള്ളൂ, ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കാൻ പറ്റത്തില്ല. ത്രെഡ്സ് ഓൺ ടേപ്പർ പോർഷൻ കാനോട്ട് ബി പ്രൊഡ്യൂസ്. അപ്പോൾ ആ ടേപ്പർ പോർഷനിൽ നമുക്ക് ത്രെഡ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഡിസഡ്വാൻറ്റേജ് നോക്കി വെച്ചേക്കണം. ഇന്റേണലും എക്സ്റ്റേണൽ ടേപ്പർ നമുക്ക് സിവിൽ കോമ്പൗണ്ട് സ്ലൈഡ് മെത്തേഡിൽ പറ്റും. സ്റ്റീപ്പർ ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഹാൻഡ് ഫീഡ് മാത്രം കൊടുക്കാൻ പറ്റത്തുള്ളൂ, ടേപ്പർ പോർഷനിൽ ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അടുത്താണ് ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ്.
ഇവിടെ നമുക്ക് പവർ ഫീഡ് കൊടുക്കാൻ പറ്റും. നേരത്തെ ഹാൻഡ് ഫീഡ് ആയിരുന്നു പറഞ്ഞ്, ഇവിടെ പവർ ഫീഡ് കൊടുക്കാൻ പറ്റും. ഗുഡ് സർഫസ് ഫിനിഷ് ആയിരിക്കും. മാക്സിമം ലെങ്ത് ടേപ്പർ ക്യാൻ ബി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പോരായ്മ ഉള്ളത് എക്സ്റ്റേണൽ ടേപ്പർ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇന്റേണൽ ടേപ്പർ പറ്റത്തില്ല. അടുത്തത് ടേപ്പർ ടേണിംഗ് ബൈ അറ്റാച്ച്മെന്റ്. ഒരു അറ്റാച്ച്മെന്റ് വെച്ചിട്ട് ടേപ്പർ ടേണിംഗ് ചെയ്യുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടേപ്പർ ചെയ്യാൻ പറ്റും. ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ത്രെഡും കട്ട് ചെയ്യാൻ പറ്റും. പവർ ഫീഡാണ് കൊടുക്കുന്നത്. ലെങ്തി ടേപ്പറും പറ്റും. പക്ഷേ ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടേപ്പർ ആംഗിൾ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ലെയ്ത്ത് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ഒരുതരപ്പെട്ട ക്വസ്റ്റ്യൻ എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലെയ്ത്തിൽ നിന്ന് ചെറിയ കുറച്ച് ടോപ്പിക്ക് ഒന്ന് ജസ്റ്റ് ഇടയ്ക്കൊരു സെഷനായിട്ട് അപ്ലോഡ് ചെയ്യാം. നമുക്ക് ഫേസിങ്ങിൻ്റെ കാര്യവും അങ്ങനെയുള്ള കുറച്ച് പോർഷൻസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്നോടൊപ്പം തന്നെ ആൻസർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.